ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുള്ളൂ കേട്ടോ. സമയം 8:30 കഴിഞ്ഞു. ഭയങ്കര ക്ഷീണം. ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് ദിലീപേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെയല്ല കേട്ടോ, ശരിക്കും ഉറക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല മഴയല്ലേ പുറത്ത്, അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കമാണ് ഇപ്പോൾ നേരം വെളുത്തപ്പോൾ ഉള്ളത്. പിന്നെ ഇന്ന് ഭയങ്കര മടിയാണ്. കാലത്ത് എണീക്കാനും ചായ വയ്ക്കാനും ചോറ് വയ്ക്കാനും ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദിയമോൾക്ക് ഇന്ന് ക്ലാസ്സില്ലല്ലോ. ഇന്ന് ശനിയാഴ്ച ദിവസമല്ലേ. അപ്പോൾ ദിയയ്ക്കും മടിയാണ്, ഞങ്ങൾക്കും മടിയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ കിടന്ന ആ ചൂടിൽ തന്നെ ഞങ്ങൾ എനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് നേരം പാലൊക്കെ കുടിച്ചു, കിട്ടൊക്കെ എടുത്തു. അതിന് ശേഷം പാലൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ അവൾ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്. അപ്പോൾ ഒരു വേറെ മൂഡാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നലെ തൊട്ട് നല്ല മഴയാണല്ലോ പുറത്ത്. ആ മഴയുടെ ആ ഒരു ഫീലിന് നല്ലൊരു സുഖമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ, അതായത് അമ്മ, ചെറിയ വീടാണ്. ചെറിയ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇല്ല, ഇതിനേക്കാളും ചെറിയൊരു ഒറ്റ വീടാണ്. ആ ഒറ്റ വീട്ടിൽ അമ്മ അങ്ങനെ ഞങ്ങൾ മൂലയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു അടുപ്പുണ്ട്. ആ അടുപ്പിൽ ദോശ, ഇങ്ങനെ നല്ല ചൂട് ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സെറ്റപ്പാക്കി വയ്ക്കും. അപ്പോൾ ഞാൻ, എൻ്റെ അനിയല്ലേ കുക്കുപാപ്പനും ഇവളുടെ കുക്കുപാപ്പനും കേട്ടോ, ഞാനും എൻ്റെ അനിയനും ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. തലേദിവസം തല്ലുകൂടിയിട്ടാവും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. അപ്പം അച്ഛൻ മുന്നിലിരുന്നിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ടാവും. കാലത്ത് ചായ കുടിക്കാൻ റോട്ടിൽ പോയി വന്നിട്ട് എത്ര മഴയാണെങ്കിലും എന്താണെങ്കിലും അച്ഛൻ നേരത്തെ എണീച്ച് റോഡിൽ പോയി ഒരു ചായ കുടിച്ച് വന്നിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഉമ്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല, വല്ല കളിക്കാനൊക്കെ പോകാനാവും, അല്ലെങ്കിൽ ചൂണ്ടയിടാൻ പോകാനൊക്കെ ആവും. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ചൂണ്ടയിട്ട നല്ല മീനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇളനാട് ഞങ്ങളുടെ നാട്ടിൽ ചാക്കുളം എന്ന് പറഞ്ഞ ഒരു കുളത്ത് പോയിട്ട് മീനൊക്കെ പിടിക്കും. വലിയ മീൻ കിട്ടും. കരിപ്പിടി, പിലോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനത്. ഇത്രയും ഉണ്ടാവും കേട്ടോ മീൻ, ഒരു കയ്യിൻ്റെ ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അച്ഛൻ മീനൊക്കെ പിടിക്കാൻ പോട്ടെ കാലത്ത്. അപ്പോൾ കാലത്ത് മീനൊക്കെ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോഴേക്ക് ആളുടെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു വേറൊരു വൈബാണല്ലോ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരിക്കും. ഞങ്ങൾക്ക് ഇതേപോലെ ഈ ശനിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും തലേദിവസം തല്ലുകൂടിയിട്ട് എണീറ്റിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കാലത്ത് എനിക്കില്ല, ഇതേപോലെ വീണ്ടും ഇങ്ങനെ പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് എണീറ്റിട്ട് വേണം കേട്ടോ തല്ലുകൂടാൻ കുക്കുപാപ്പിനും അച്ഛനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയൊരു കിടക്കാവും. ഞങ്ങൾക്ക് രണ്ടാൾക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ കിടക്കും. അപ്പോൾ അമ്മ അങ്ങനെ ഓരോന്ന് കാലത്ത് ചൂട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വിളിക്കും, ഉണ്ണിയെ എനിക്കടാ ചായ കുടിക്കുക, അല്ലെങ്കിൽ പാപ്പ് കഴിക്കാൻ എനിക്ക് എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ എണീച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ചിലപ്പോൾ പല്ല് തേക്കാനൊക്കെ പറയും. പല്ലൊന്നും തേക്കില്ല. പല്ല് തേക്കാതെ തന്നെ ചിലപ്പോൾ ആ എണീറ്റിരുന്ന ആ ഒരു ഇരിപ്പിൽ തന്നെ ഞങ്ങൾ പല്ല് തേക്കാണ്ട് ദോശയും കഴിക്കും, ചായയും കുടിക്കും. അപ്പം ഇങ്ങനെ മഴ അതുണ്ടല്ലോ, ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു ഫീല്, നമ്മുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു ഓർമ്മ നമുക്ക് നമ്മളെ വിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതൊരിക്കലും പോകില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഓർമ്മകളുണ്ടായിരിക്കും. ഇപ്പോൾ ദിയക്കുട്ടിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ദിയക്കുട്ടിയൊക്കെ ഇപ്പോൾ ഓർമ്മ വെച്ച് അവൾക്കിപ്പോൾ 6 വയസ്സ്. അപ്പോൾ അവൾക്കൊക്കെ ഇനി ഈ ഒരു കഥ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്കിരുന്നിട്ടുള്ള ഈ വീഡിയോ ചെയ്യുന്ന കഥ, അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു സന്ദർഭം അവൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 15 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോൾ അവൾ പറയും. അല്ലാതെ ഇപ്പോൾ അവൾക്ക് വേറൊരു ഓർമ്മ എന്ന് പറയാൻ, മഴ പെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. അവൾ കുട്ടി ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഓർക്കാനുള്ള ഒരു ടൈമും ശരിക്കും ഇപ്പോൾ വന്നു തുടങ്ങണുള്ളൂ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ അവിടുന്ന് വളർന്നു വലുതായി നമ്മളൊരു പണിക്കാരനൊക്കെ ആയപ്പോൾ ഒരു സിമെൻറ്റ് പണിക്കൊക്കെ പോകാൻ, തേപ്പ് പണി, കെട്ടുപണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇതേപോലെ മഴ വന്നാൽ നമ്മൾ എത്ര മഴക്കാലമാണെങ്കിലും കാലത്ത് പണി ഉണ്ടാവും. അപ്പോൾ വേഗം എണീറ്റിട്ട് ആ ഒരു കണ്ണുവിലൊക്കെ എണീറ്റിട്ട് വേഗം ലേശം വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പണിക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുന്ന് തൃശ്ശൂർ ചിലപ്പോൾ ലോങ്ങൊക്കെ ആവും പണി. ഒരുപാട് ലോങ്ങൊക്കെ ആകുമ്പോൾ ഈ തേക്കണ മഴക്കോലും അങ്ങനത്തെ സാധനങ്ങളും പണിസാധനങ്ങളൊക്കെ പിടിച്ച് മഴയിൽ ബസ്സിലൊക്കെ കയറി
സ്കൂൾ കുട്ടികളും ചിലപ്പോൾ തിക്കും തിരക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ലോങ് പോയി പണിതിട്ട് വരുന്ന ഒരു ഇത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഉത്സവ കച്ചവടങ്ങൾക്കൊക്കെ പോണ കാരണം അങ്ങനെയുള്ള ഒരു ഫീലില്ല. ഇപ്പോൾ നമ്മൾ വൈകിട്ടാവും ചിലപ്പോൾ എല്ലാവരും, അതായത് സാധാരണ ആളുകൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മൾ കച്ചവടം ചെയ്യുക. സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഉത്സവമുള്ളവർ മാത്രമേ ഉറങ്ങാതിരിക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരമാകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പൂരമാകുമ്പോൾ ഇവിടെയുള്ളവർ ഉറങ്ങിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉറക്കുളച്ചിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉറക്കുളച്ച് വർക്ക് ചെയ്തിട്ട് പുലർച്ചയൊക്കെ ആകുമ്പോൾ 2 മണി 3 മണിക്കൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാവും ഇവിടെ ആളുകൾ എണീറ്റിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്ത് വീടുകളിലൊക്കെ എണീറ്റ് പാല് കറക്കണ സമയങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവർ വർക്ക് തുടങ്ങി, അപ്പം ഞാൻ ഇവിടെ എത്തി, ഇനി ഞാനൊന്ന് മേലിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പം ഞാനൊരു 8 മണി 9 മണി 10 മണി വരെ ഞാൻ ഇവിടെ കിടക്കും. പക്ഷേ ചിലപ്പോൾ ഉറക്കം കൃത്യമായിട്ട് വരില്ല. കാരണം അപ്പോഴേക്കും ദിയമോൾ എനിച്ചുണ്ടാവും. ഞാൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് പുലർച്ചയ്ക്ക് വരുമ്പോൾ ദിയ എനിച്ചുണ്ടാവും. എനിക്ക് കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ കൂടെ കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ വൈകുന്നേരം വിളിക്കും കച്ചവടത്തിന് പോവും. അപ്പോൾ കാലഘട്ടം അങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ ബിസിനസ്സുകളും സിറ്റുവേഷനൊക്കെ മാറി പലവർക്കും പല ഓർമ്മകളാണ്. ഇപ്പോൾ ഇന്നും ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ഇന്നും കാലത്ത് എനിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളായാലും ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ലോങ്ങിലേക്കും എത്ര മഴയത്താണ് ഓരോ കോട്ടില്ലാത്തവരുണ്ടാവും, കോട്ടുള്ളവരുണ്ടാവും, ചിലർ വണ്ടി സൗകര്യം ഉണ്ടാവും, വണ്ടി സൗകര്യം ഇല്ലാത്തവരുണ്ടാവും. ഓരോ വർക്കുകൾക്കൊക്കെ കഷ്ടപ്പെട്ട് പോയേ പറ്റൂ, ലീവ് പോലും എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോരുത്തർക്ക് അടവുകളും കൃത്യമായിട്ട് പൈസ അടയ്ക്കണം, പിന്നെ ഓരോരുത്തരുടെ കുട്ടികളുടെ കല്യാണം, പെങ്ങന്മാരുടെ കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കല്യാണം, അങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പോൾ അവർക്ക് പോയേ പറ്റൂ. അപ്പോൾ ഇതിലെല്ലാം നമ്മളിപ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പ കാലഘട്ടം തന്നെയാണ്. നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിൽ ആ 10 മണി അല്ലെങ്കിൽ ഒരു 9 മണി വരെ കിടന്നുറങ്ങുന്ന ഒരു ഫീലുണ്ടല്ലോ. ഈ ഒരു ചൂട് നമ്മുടെ കാലിൽ നിന്ന് പോവാതെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നൊരു കാലഘട്ടം. ദോശയാണെങ്കിലും ചായ ആണെങ്കിലും ഇനി പുട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കട്ടിലുമേക്ക് നമ്മളെ വിളിച്ചുണർത്തി നമുക്ക് തരുന്ന ആ ഒരു കാലഘട്ടം. അതിനി ഒരിക്കലും അത് ഇപ്പം അനുഭവിക്കുന്നവർക്ക് അസുഖം ഉണ്ടാവും, അത് കടന്നുപോയവർക്ക് അത് എപ്പോഴും ഓർമ്മകളായിരിക്കും എന്നുള്ളതാണ്. ദൃശ്യക്ക് എന്തെങ്കിലും അങ്ങനെ ഓർമ്മയില്ല ചെറുപ്പത്തിൽ? ഞാൻ വരുമ്പോൾ ഒരു നിൻ്റെ അച്ഛൻ്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട്, ഒരു മഞ്ഞ ടീഷർട്ട് കെട്ടി കിടക്കാറുണ്ടല്ലോ പുലർച്ചയാകുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛൻ്റെ ടീഷർട്ട്. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ആ ടീഷർട്ട് ഇപ്പോഴും ഉണ്ടോ? വീട്ടിലുണ്ട്. ആ ടീഷർട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അത് അവളുടെ ഓർമ്മ. അങ്ങനെ ഒരുപാട് പേരുടെ ഓർമ്മകളുണ്ട്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം എന്തെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് പങ്കുവയ്ക്കണം കേട്ടോ, ഈ ഒരു ചെറിയൊരു വീഡിയോയുടെ താഴെ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ശനിയാഴ്ച വർക്കുള്ളവരൊക്കെ വർക്കിന് പോവുക, സൂക്ഷിച്ചൊക്കെ പോവുക. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള മഴയാണ്. റോഡിലൊക്കെ വണ്ടിയിലൊക്കെ 2 വീലറിലൊക്കെ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കുക. കറണ്ടും കാര്യങ്ങളും ഷോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. മഴയൊക്കെ പെയ്യുമ്പോൾ അപകടങ്ങൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് മഴയും വേണം വെയിലും വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എണീക്കാൻ പോവാണ്. എണീറ്റിട്ട് ഞങ്ങൾ ഇന്ന് പലഹാരം പുറമേ നിന്നാണ് മേടിക്കണത് കേട്ടോ. ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഈ ചപ്പാത്തി പൊറോട്ടയൊക്കെ 6 രൂപ 7 രൂപ 8 രൂപ കിട്ടുന്ന ഈ അപ്പം തന്നെ റെഡിമെയ്ഡ് അടിക്കുന്ന ഒരു ഷോപ്പുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷോപ്പ് ഇവിടെ അടുത്തുണ്ട്. പത്തിരിക്ക എന്നാണ് ആളുടെ വെളിപ്പേര്. അപ്പോൾ അവർ വലിയൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, മീനാലൂർ പെട്ടിക്കട സ്റ്റോപ്പ് എന്ന് പറയാം. ആ സ്റ്റോപ്പിലാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇന്നിപ്പോൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച് വന്നു. ഒപ്പം തന്നെ കറി അവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ 4 മുട്ട മേടിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ സബോളൊക്കെ വഴറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുട്ടക്കറി പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക, ഒരു ചൂട് കട്ടൻ ചായയൊക്കെ ആയിട്ട്. പിന്നെ അപ്പോൾ ആയത്തില്ല ഞങ്ങൾ ഇനി ചോറൊക്കെ ഒന്ന് വയ്ക്കണുള്ളൂ. എന്തായാലും ഇന്ന് ഇവിടെ മോളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ഇന്ന് ക്ലാസ്സില്ലേ പറയും? ശനിയാഴ്ചയാണ്. ഇന്ന് സുഖമാണോ? പഠിക്കാനുണ്ടോ എന്തെങ്കിലും? ഇല്ല. അപ്പോൾ ഇന്ന് കുറുമ്പ് കാണിക്കേണ്ടന്ന് സൈക്കിൾ ചവിട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഭയങ്കര മഴ കേട്ടോ പുറത്ത്. സൈക്കിളൊക്കെ എടുത്തു വെച്ചേക്കാം കേട്ടോ അച്ഛൻ. എന്നാലും മഴ പോയാൽ തരാം കേട്ടോ. മഴ പോയാൽ കൊടുക്കൂട്ടാ എൻ്റെ കുട്ടിക്ക് ഞാൻ സൈക്കിൾ ചവിട്ടാൻ.
ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ വരണുള്ളൂട്ടാ, വന്നിട്ട് നമ്മൾ പൊളിക്കും. ഓക്കെ, താങ്ക് യു.